നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഖത്തറിലെ ദോഹയിൽ ചൊവ്വാഴ്ച നിർണായക സമാധാന ചർച്ചകൾ നടക്കും. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയും കപ്പൽ ഗതാഗത തർക്കങ്ങളും പ്രധാന അജണ്ടയാകും. അതേസമയം ഹോർമുസിന്റെ പൂർണ്ണ സുരക്ഷാ ഉത്തരവാദിത്തം തങ്ങൾക്കാണെന്ന് ആവർത്തിച്ച ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ മറികടക്കാൻ ശ്രമിച്ചാൽ മേഖലയിൽ സംഘർഷം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ച ചർച്ചകൾ നടക്കും. നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കായിരിക്കും ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചകളിൽ മുൻഗണന നൽകുന്നത്. നേരത്തെ സ്വിറ്റ്സർലാൻഡിൽ ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് നടക്കേണ്ടിയിരുന്ന ചർച്ചകളാണ് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ദോഹയിലേക്ക് മാറ്റിയത്. ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ ചില നിർദ്ദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഇറാൻ ഉറപ്പു നൽകണമെന്നും പകരം ഇറാന്റെ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം അമേരിക്ക നീക്കം ചെയ്യണമെന്നുമായിരുന്നു കരാർ. അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നും മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുമാണ് ഇറാന്റെ ആരോപണം. ഇതോടെ കഴിഞ്ഞ ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയിരുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ സുരക്ഷാ ഉത്തരവാദിത്തം തങ്ങൾക്കാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ ഇറാൻ നിർദ്ദേശിക്കുന്ന റൂട്ട് മറികടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് മേഖലയിൽ വൻ പിരിമുറുക്കത്തിനും സംഘർഷം രൂക്ഷമാകുന്നതിനും കാരണമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഹോർമുസിനെ ചൊല്ലി യുഎസും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ചൊവ്വാഴ്ച ദോഹയിൽ നിർണായക ചർച്ച നടക്കാനിരിക്കെയാണ് ഇറാന്റെ ഈ പരസ്യ നിലപാട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില വർദ്ധിച്ചു. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് വില 0.8% ഉയർന്ന് ബാരലിന് $72.57 യുഎസ് വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് വില 1.3% ഉയർന്ന് ബാരലിന് $70.11 ഫെബ്രുവരി അവസാനം ഇറാനുമേൽ യുഎസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ഉയർന്നതിനെ തുടർന്ന് എണ്ണവിലയിൽ 10.6% വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പുതിയ വില വർധനവ്. വിനോദസഞ്ചാര കേന്ദ്രമായ ഇടുക്കിയിലെ കൊളുക്കുമലയിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനി കൈവശം വെച്ചിരുന്ന സർക്കാർ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തു. ഹാരിസൺ മലയാളം കമ്പനിയുടെ കൈവശമിരുന്ന അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന 100 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. ഹൈക്കോടതി വിധി വന്ന് 39 വർഷങ്ങൾക്ക് ശേഷമാണ് വനം വകുപ്പ് ഔദ്യോഗികമായി ഭൂമി ഏറ്റെടുത്തത്. 2001 ഈ ഭൂമി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കാരണം ഭൂമി കമ്പനി കൈമാറിയില്ല. കഴിഞ്ഞ വർഷം ഹൈറേഞ്ച് സർക്കിൾ CCF ഭൂമി ഏറ്റെടുക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇവരുടെ ശ്രമഫലമായാണ് ഭൂമി വീണ്ടും സർവേ നടത്തിയത്. സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സ്ഥലം വിട്ടുകൊടുക്കാൻ HML തയ്യാറായത്. ഇവിടെ ഇക്കോ ടൂറിസം പദ്ധതികൾ നടത്താനുള്ള ആലോചനയിലാണ് വനം വകുപ്പ്. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗണിൽ കടുത്ത പ്രതിസന്ധി. 1 ലക്ഷം വരെ തൊഴിലുകൾ വെട്ടിക്കുറയ്ക്കാനും ജർമ്മനിയിലെ 4 ഫാക്ടറികൾ അടച്ചുപൂട്ടാനും കമ്പനി തീരുമാനിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. യൂറോപ്പിലെ വാഹന വിപണിയിലെ മാന്ദ്യം, ചൈനീസ് ഇലക്ട്രിക് വാഹന കമ്പനികളുടെ കടുത്ത മത്സരം, അമേരിക്കൻ ഇറക്കുമതി തീരുവകൾ എന്നിവയാണ് കമ്പനിയെ കടുത്ത ചെലവ് ചുരുക്കലിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. ഹാനോവർ, സ്വിക്കാവു, എംഡൻ കൂടാതെ ഔഡിയുടെ നെക്കാർസുൽ പ്ലാന്റ് എന്നിവയാണ് അടച്ചുപൂട്ടലിനായി പരിഗണിക്കുന്ന കേന്ദ്രങ്ങൾ. ജൂലൈ 9 ചേരുന്ന ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. 45,000-ലധികം പേർക്ക് അടച്ചുപൂട്ടലിലൂടെ മാത്രം തൊഴിൽ നഷ്ടമാകും. ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നിക്ഷേപം ഏകദേശം 15% കുറയ്ക്കാനും കമ്പനി പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ.
സ്ഥാനക്കയറ്റം ലഭിക്കാൻ 3 വർഷത്തെ നിർബന്ധിത വില്ലേജ് ഓഫീസ് സേവനം വേണമെന്ന നിബന്ധനയിൽ ഇളവ് നൽകി റവന്യൂ വകുപ്പ്. 2 വർഷത്തെ നിർബന്ധിത വില്ലേജ് സേവനം മതിയെന്നാണ് പുതിയ തീരുമാനം. വില്ലേജ് അസിസ്റ്റന്റ്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ തസ്തികകളിലായി ആകെ 3 വർഷം സേവനം ചെയ്തവർക്ക് മാത്രമേ വില്ലേജ് ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകുകയുള്ളൂ എന്നായിരുന്നു നിബന്ധന. ഭരണപരമായ കാരണങ്ങളാൽ പല ജീവനക്കാർക്കും നിർബന്ധിത വില്ലേജ് സേവനം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ അർഹരായ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം വൈകുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യാതിരിക്കാനാണ് സർക്കാർ ഇളവ് നൽകിയിരിക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സ്ഥാനക്കയറ്റത്തിന് വില്ലേജ് സേവനം നിർബന്ധമാക്കിയത്. ഫീൽഡ് തലത്തിലുള്ള പ്രവൃത്തി പരിചയം കുറയ്ക്കുന്നത് റവന്യൂ ഭരണനിർവഹണത്തെയും ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെയും ബാധിക്കുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി. സ്വർണ്ണവില കുത്തനെ ഇടിയുമെന്ന ഭീതിയിൽ കുടുംബങ്ങൾ വൻതോതിൽ സ്വർണം വിറ്റഴിക്കുന്നു. ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷന്റെ കണക്കുപ്രകാരം 50,000 കിലോഗ്രാം സ്വർണമാണ് ഏപ്രിൽ-ജൂൺ പാദത്തിൽ വിറ്റത്. മുൻവർഷത്തേക്കാൾ 43% കൂടുതലാണിത്. രാജ്യത്തെ കുടുംബങ്ങളിൽ 30,000 ടണ്ണിലേറെ സ്വർണമുണ്ടെന്നാണ് കണക്ക്. വിപണിയിൽ ഉണ്ടായേക്കാവുന്ന വിലയിടിവിന് മുൻപായി കൈവശമുള്ള സ്വർണം വിറ്റ് ലാഭമെടുക്കാനുള്ള നീക്കമാണിപ്പോഴുള്ളത്. പഴയ സ്വർണം വാങ്ങി പുതിയത് വാങ്ങുന്നതിന് പകരം പണമാക്കി മാറ്റാനാണ് ഉപഭോക്താക്കൾക്ക് താൽപര്യം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനങ്ങളിലായി 2000 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് നഷ്ടമാകുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുകയാണ്. അടുത്ത 5 ദിവസം കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ബുധനാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രാമിന് 85 രൂപയും പവന് 680 രൂപയും കുറഞ്ഞ് 1 ഗ്രാം സ്വർണത്തിന് 13,110 രൂപയും പവന് 1,04,880 രൂപയുമായി. 18 കാരറ്റ് സ്വർണ്ണവിലയിലും കുറവുണ്ട്. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് ഗ്രാമിന് 10,775 രൂപയും പവന് 86,200 രൂപയുമായി. വെള്ളി 240 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. നാളെ ഇതേ സമയം കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.